നമസ്കാരം. ഫങ്ഷൻസിൻ്റെ 13ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായി വിവിധ തരം ഫംഗ്ഷനുകളും അവയുടെ ഗ്രാഫുകളും ഒക്കെയാണ് പരിചയപ്പെട്ടത്. നമുക്ക് അവസാനമായി ഒരു ഫംഗ്ഷൻ കൂടി ഡിസ്കസ് ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ്റെ പേര് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇൻറ്റിജർ എന്താണെന്ന് നമുക്കറിയാം. 1, 2, 3, 4 എക്സെട്ര, 0, -1, -2, -3 എക്സെട്ര. ഇതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് കാൾഡ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എക്സ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ, ഏറ്റവും വലിയ ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സിനേക്കാൾ ലെസ്സോ ഈക്വലോ, ദാറ്റ് മീൻസ് എക്സിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ, എക്സിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും എടുക്കുക. ആ ഇൻറ്റിജേഴ്സിൽ ഏറ്റവും വലുത്, അതിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സ് എടുക്കുന്നു, എക്സിനേക്കാൾ ലെസ്സായിട്ടുള്ളത്, മീൻസ് ചെറുതായിട്ടുള്ളതും അതുപോലെ എക്സിന് ഈക്വൽ ആയിട്ടുള്ളതുമായ എല്ലാ ഇൻറ്റിജേഴ്സും എടുക്കുന്നു. ആ ഇൻറ്റിജറുകളിൽ വെച്ച് ഏറ്റവും വലുതിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനകത്ത് എക്സ് എന്ന് എഴുതും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.3. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1.3യേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് എടുക്കുക. അതിലേറ്റവും വലുത് 1.3 എന്ന് പറയുമ്പോഴത്തേക്ക് എവിടെ വരിക? അത് 1നും 2നും ഇടയ്ക്കായിട്ട് വരുന്ന ഒരു നമ്പറാണ് 1.3. അപ്പോൾ 1.3യേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ്, 1.3ക്ക് ഈക്വലായിട്ട് ഇൻറ്റിജർ ഒന്നുമില്ല. അപ്പോൾ 1.3യേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ്, 1.3യേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പോൾ 1.3യുടെ ലെഫ്റ്റിലുള്ള ഇൻറ്റിജേഴ്സാണ്. അത് 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, -3 അങ്ങനെ എക്സെട്ര ∞ വരെ പോകും. അല്ലേ? 1 മുതൽ തുടങ്ങി 1, 0, -1, -2 എക്സെട്ര. ഇതാണ് 1.3യേക്കാൾ ചെറുതായിട്ടുള്ള ഇൻറ്റിജേഴ്സ്. അതിലേറ്റവും വലുത് 1 ആണ്. അപ്പോൾ 1.3യുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇതുപോലെ 1.9ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എടുത്താലോ, അതും 1 തന്നെയാണ്. അപ്പോൾ 1നും 2നും ഇടയ്ക്കുള്ള ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1.2 ആയാലും 1.3 എന്തോ ആയിക്കൊള്ളട്ടെ, 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഏത് ഇൻറ്റിജർ എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആയിരിക്കും. എന്നാൽ 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1? 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ മീൻസ് 1നേക്കാൾ ലെസ്സും ഈക്വലുമായിട്ടുള്ള ഇൻറ്റിജേഴ്സ്. 1നേക്കാൾ ലെസ്സും ഈക്വലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള ഇൻറ്റിജർ എടുക്കണം. അപ്പോൾ 1 എടുക്കണം. ഈക്വൽ ആയിട്ടുള്ള ഇൻറ്റിജർ 1 തന്നെ എടുക്കണം. അതോടൊപ്പം 1നേക്കാൾ ചെറിയ ഇൻറ്റിജേഴ്സ്, ദാറ്റ് മീൻസ് 0, -1, -2, -3 എക്സെട്ര അതും എടുക്കണം. അതിലേറ്റവും വലുത് 1 ആണ്. അപ്പോൾ 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആയിരിക്കും. അപ്പോൾ 2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനോ? 2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2നേക്കാൾ ചെറുതോ ഈക്വലോ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻറ്റിജർ, അത് 2 തന്നെയാണ്. 3യുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനോ? അത് 3 തന്നെയാണ്. അപ്പോൾ ഒരു ഇൻറ്റിജറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആ ഇൻറ്റിജർ തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1 തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 2 അത് 2 തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 3 അത് 3 തന്നെയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 0 അത് 0 തന്നെയാണ്. ഇപ്പോൾ ഏത് ഇൻറ്റിജർ എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അത് തന്നെയാണ്. എന്നാൽ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആയിരിക്കും. അപ്പോൾ 2ൻ്റെയും 3യുടെ ഇടയ്ക്കുള്ള നമ്പറാണ് എടുക്കുന്നതെങ്കിലോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2 ആയിരിക്കും. അപ്പോൾ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പർ എടുത്താലോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 0 ആയിരിക്കും. -1നും 0യ്ക്കും ഇടയ്ക്കുള്ള നമ്പർ എടുത്താലോ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ -1 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. 1ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1, 1നും 2നും ഇടയ്ക്കുള്ള നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1. പക്ഷേ 2 ആകുമ്പോഴേക്കും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2 ആയി മാറും. 2ൻ്റെയും 3യുടെയും ഇടയ്ക്കുള്ള നമ്പർ എടുത്താൽ അതിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2 ആയിരിക്കും. ഈ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ പറഞ്ഞൂടെ? ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ ഇവിടെ നോക്കുക, ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ ഓഫ് 0.3. 0.3 എന്ന് പറഞ്ഞാൽ 0യ്ക്കും 1നും ഇടയ്ക്കുള്ള നമ്പറാണ്. അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 0 ആയിരിക്കും. കാരണം അതിനേക്കാൾ ചെറുതായിട്ടുള്ള ഇൻറ്റിജേഴ്സിൽ ഏറ്റവും വലുത് 0യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമുക്ക് പറയാം. ഇഫ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വലും ഇവിടെ ലെസ് ദാൻ മാത്രമാണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഈക്വൽ ടു 1ഓ
അല്ലെങ്കിൽ 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കോ ഈക്വൽ ടു 2 എടുക്കുന്നില്ല, 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്ക് എടുക്കുന്നുണ്ട്. ലെസ് ദാൻ എക്സ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ എക്സ് 1-നും 2-നും ഇടയ്ക്കായി, അതോടൊപ്പം 1 ഈക്വൽ ടു 1 കൂടെയായി. അപ്പോൾ എക്സ് 1-ന് ഈക്വലോ അല്ലെങ്കിൽ 1-നും 2-നും ഇടയ്ക്കോ വന്നാൽ, ഈക്വൽ ടു 1ഓ 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കോ വന്നാൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 ആണ്. എന്നാൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3, ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 2ഓ അല്ലെങ്കിൽ 2-നും 3-ക്കും ഇടയ്ക്ക് 2-ന് ഈക്വൽ ആവുകയോ 2-ൻ്റെയും 3-യുടെയും ഇടയ്ക്ക് വരികയോ ചെയ്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2 ആയിരിക്കും. അവിടെ ശ്രദ്ധിക്കണേ, രണ്ടിടത്തും ലെസ് ദാൻ ഓർ ഈക്വൽ അല്ല, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ, ഇവിടെ ലെസ് ദാൻ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 3 ആണ്. അപ്പോഴാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2 ആകുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ഇല്ല, കാരണം 3 എടുത്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 3 ആയി മാറും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4 ആണെങ്കിലോ 3-ക്കും 4-നും ഇടയ്ക്കാണെങ്കിലോ അതിൻ്റെ 3 ഈക്വൽ ടു 3ഓ അല്ലെങ്കിൽ 3-ക്കും 4-നും ഇടയ്ക്കോ വന്നാൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 3 ആയിരിക്കും. ഇതുപോലെ അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. ഇതുപോലെ ലെഫ്റ്റിലേക്കും വരാം. എക്സ് ബിറ്റ്വീൻ 0 ആൻഡ് 1, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 ഈക്വൽ ടു 0യോ 0-ക്കും 1-നും ഇടയ്ക്കോ വന്നാൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ -1-നും 0-ക്കും ഇടയ്ക്ക് വന്നാലോ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0, -1-ൻ്റെയും 0-യുടെ ഇടയ്ക്ക് -1 ആവുകയോ -1-നും 0-ക്കും ഇടയ്ക്ക് വരികയോ ചെയ്താൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ -1 ആയിരിക്കും. അപ്പോൾ -2 ആവുകയോ -2-ൻ്റെയും -1-ൻ്റെയും ഇടയ്ക്ക് വരികയോ ചെയ്താലോ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ -1, ദെൻ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ -2 ആയിരിക്കും. ഇതിങ്ങനെ അങ്ങ് -ഇൻഫിനിറ്റി വരെയും പോകും. ഇതാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി നമുക്ക് പറയാം. നമുക്കിതിൻ്റെ ഒരു ഗ്രാഫിനെ കുറിച്ച് കൂടി ഒന്ന് സങ്കല്പിച്ച് നോക്കാം എങ്ങനെയായിരിക്കാമെന്ന്. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമ്മളിങ്ങനെ എടുക്കുക. നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു 1 വന്നാൽ എഫ് എക്സ് 1 ആണ്. അപ്പോൾ എക്സ് 1 വൈ 1, എക്സ് 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ വന്നാലും എഫ് എക്സ് 1 ആണ്. പക്ഷേ എക്സ് 2 ആകുമ്പോൾ എഫ് എക്സ് 2 ആവും. അപ്പോൾ എങ്ങനെ വരും? 1-നും 2-നും ഇടയ്ക്ക് വരുമ്പോൾ എഫ് എക്സ് 1 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വരും ഗ്രാഫ്. പക്ഷേ ഒരു കാര്യമുണ്ട്, എക്സ് 2 വരുമ്പോൾ എഫ് എക്സ് 1 അല്ല, എക്സ് 1 വരുമ്പോൾ എഫ് എക്സ് 1 ആണ്. അപ്പോൾ 1 എന്ന പോയിന്റ് ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ എക്സ് 2 വരുമ്പോൾ എഫ് എക്സ് 1 അല്ല, എക്സ് 2 വരുമ്പോൾ എഫ് എക്സ് 2 ആയി മാറും. അപ്പോൾ 2-1 എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് ആ 2-1 എന്ന പോയിന്റിനെ ഒഴിവാക്കുന്നു. അതിനാണ് അവിടെ ഒരു ചെറിയ ഒരു സർക്കിൾ പോലെ ഒരു ഹോൾ പോലെ കൊടുത്തത്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എക്സ് 1 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് എക്സ് 1 ആണ്. എക്സ് 1-ൻ്റെയും 2-ൻ്റെയും ഇടയ്ക്കുള്ള ഏത് വാല്യൂ എടുത്താലും, നമ്മൾ ഇതിനിടയ്ക്കുള്ള ഏത് വാല്യൂ നമ്മൾ ചൂസ് ചെയ്താലും അവിടെ എല്ലാം എഫ് എക്സ് 1 ആണ്. പക്ഷേ എക്സ് 2 വരുമ്പോഴത്തേക്കും മാറി, എഫ് എക്സ് 1 അല്ല, കാരണം 2-ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2 ആണ്. അപ്പോൾ 2 വരുമ്പോൾ എഫ് എക്സ് 2 ആയി മാറി. 2-ൻ്റെയും 3-യുടെയും ഇടയ്ക്ക് വന്നാലും എഫ് എക്സ് 2 ആവും. പക്ഷെ 3 വരുമ്പോൾ എഫ് എക്സ് 2 അല്ല. അപ്പോൾ 2-ൻ്റെയും 3-യുടെയും ഇടയ്ക്ക് വന്നാൽ എഫ് എക്സ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. പക്ഷെ അവിടെ ഓർക്കുക, എക്സ് 3 ആയാൽ എഫ് എക്സ് 2 അല്ല, എഫ് എക്സ് 3 ആയി മാറും. അപ്പോൾ എക്സ് 3 എഫ് എക്സ് 2 എന്ന് പറഞ്ഞാൽ 3-2 എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്നില്ല. അതിങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെങ്കിൽ ബാക്കി ഗ്രാഫുകൾ നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്ങനെയാണ്? ഇപ്പോൾ 2 to 3-ലെടുത്ത് അത് 3 to 4 വരുമ്പോൾ എഫ് എക്സ് 3 ആവും. 3-ക്കും 4-നും ഇടയ്ക്ക് വന്നാൽ എഫ് എക്സ് 3 ആവും. പക്ഷേ ഈ 4-3 എന്ന് പറഞ്ഞ പോയിന്റ് ഉൾപ്പെടുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കാം. അടുത്ത 4-നും 5-നും ഇടയ്ക്ക് വന്നാലോ, 4-നും 5-നും ഇടയ്ക്ക് വന്നാൽ എഫ് എക്സ് 4 ആയി മാറും. അപ്പോൾ നമുക്ക് ആ 4-ൻ്റെയും 5-ൻ്റെയും ഇടയ്ക്കുള്ള പോയിന്റ് അത് ഉൾപ്പെടുത്തുന്നു. എഫ് എക്സ് 4 ആയി മാറും. പക്ഷേ ഏത് പോയിന്റ് ഉൾപ്പെടുന്നില്ല? അവിടെയും ആ 4-5 എന്ന് പറയുന്ന പോയിന്റ്, ആ 4-5 അല്ല 5-4 എന്ന് പറഞ്ഞ പോയിന്റ് ഉൾപ്പെടുന്നില്ല. ഇതുപോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അടുത്ത ഇവിടെ വരുന്നു 6-5 ഉൾപ്പെടുന്നില്ല. ഇങ്ങനെ ഇതിവിടെ അവസാനിക്കുന്നില്ല, ഇതങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഈ രീതിയിൽ ഒരു സ്റ്റെപ്പ് പോലെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവിടെ അവസാനിക്കും, താഴേക്കും വരണ്ടേ. എക്സ് 0-ക്കും 1-നും ഇടയ്ക്ക് വന്നാലോ, 0-ക്കും 1-നും ഇടയ്ക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 0 വൈ കോർഡിനേറ്റ് 0 വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ എക്സ് ആക്സിസിൽ തന്നെ വരും. അപ്പോൾ 0-ക്കും 1-നും ഇടയ്ക്ക് വരും. പക്ഷെ അവിടെ എക്സ് 1 വരുമ്പോൾ എഫ് എക്സ് 1 അല്ല, അപ്പോൾ ഈ 1 വരുമ്പോൾ എഫ് എക്സ് 1 ആയി മാറുക, 0 അല്ല. 0-ക്കും 1-നും ഇടയ്ക്ക് വരുമ്പോഴേ എഫ് എക്സ് 0 ആകുന്നുള്ളൂ. എക്സ് 0 വരുമ്പോഴോ 0-ക്കും 1-നും ഇടയ്ക്ക് വരുമ്പോഴാണ് എഫ് എക്സ് 0 ആകുന്നത്. പക്ഷേ എക്സ് 1 ആകുമ്പോൾ എഫ് എക്സ് 0 അല്ലാത്തതുകൊണ്ട് ഈ എൻഡ് പോയിന്റ് അതിനകത്ത് ഉൾപ്പെടത്തില്ല. അതിനെ ഒഴിവാക്കണം. ഇനി ഇതുപോലെ താഴോട്ട് -1-നും 0-ക്കും ഇടയ്ക്ക് വന്നാൽ, എക്സ് -1-നും 0-ക്കും ഇടയ്ക്ക് വന്നാൽ എഫ് എക്സ് -1 ആണ്. പക്ഷെ അവിടെയും ഏത് ഉൾപ്പെടുന്നില്ല? ഈ പോയിന്റ്, ഈ അറ്റത്തെ പോയിന്റ് ഉൾപ്പെടുന്നില്ല. അപ്പോൾ ആ പോയിന്റിനെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കണം.
ഇനി ഇതുപോലെ താഴേക്ക് പോകും. -2നും -1 വന്നാൽ fx -2 ആകും. പക്ഷെ അവിടെ ഈ റൈറ്റ് സൈഡിലെ എൻഡ് പോയിന്റ് ഉൾപ്പെടുന്നില്ല, അതിനെ ഒഴിവാക്കണം. ഇതുപോലെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ താഴോട്ട് തന്നെ ഇത് വീണ്ടും താഴേക്ക് ഇതുപോലെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് എന്തിൻ്റെ ഗ്രാഫ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇത്. -ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ പോകും, മേളിലോട്ട് അത് ഇൻഫിനിറ്റിയിലേക്ക് പോലെ ഇവിടെ കൊണ്ട് അവസാനിക്കുമല്ല. പക്ഷെ നമുക്കെല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ, നമ്മളതുകൊണ്ട് കുറച്ച് കാണിച്ചിട്ട് നിർത്തും. അപ്പോൾ ബാക്കി ഇതുപോലെ താഴേക്കും ഉണ്ട്, മേളിലേക്കും ഉണ്ട്. ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോകുന്നത് പോലെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഫംഗ്ഷനാണ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇതിൻ്റെ ഗ്രാഫ് സാധാരണ വരയ്ക്കാനായിട്ട് അങ്ങനെ ചോദിക്കാറില്ല. ഗ്രാഫ് തന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഗ്രാഫ് തരും, ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഇതാണ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. ഈ ടൈപ്പ് നമ്മൾ പഠിച്ച ഫംഗ്ഷനുകളിലെല്ലാം ഗ്രാഫ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പോൾ ഒരു 3-4 ഗ്രാഫുകൾ തന്നിട്ട് അതിൻ്റെ മാച്ച് ചെയ്യാനായിട്ട് അങ്ങനെയും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഫംഗ്ഷനുകളും, നമ്മൾ പഠിച്ച എല്ലാ ഫംഗ്ഷനുകളും നമ്മൾ ആദ്യം മുതൽ ഓർക്കുക, ഫംഗ്ഷനുകളിലെല്ലാം ഗ്രാഫിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെ ഫംഗ്ഷൻസ് പഠിച്ചു? മോഡുലസ് പഠിച്ചു, x² പഠിച്ചു, x³ പഠിച്ചു. ഇതിൻ്റെ എല്ലാം ഗ്രാഫുകളെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളും മോഡുലസ് ഫംഗ്ഷൻ തന്നെ പല രീതിയിൽ നമ്മൾ കണ്ടു. പോളിനോമിയൽസ് x², x²+1, x³, അതുപോലെ 1/x, പിന്നെ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ, ഇപ്പോൾ നമ്മൾ കണ്ട ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഇതിൻ്റെയൊക്കെ ഗ്രാഫുകളെക്കുറിച്ച്, ഗ്രാഫ് കണ്ടാൽ അത് ഇന്ന ഫംഗ്ഷൻ ആണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയണം. ഇതാണ് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാൻ വിട്ടുപോയ കാര്യം, എന്തായിരിക്കും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ റേഞ്ച്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്കൊരു കാര്യം അറിയാം, അതിൽ ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ, വേറെ ഒന്നും വരില്ല. എല്ലാം ഇൻറ്റിജർ വാല്യൂസ് മാത്രമല്ലേ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്നാണ്. അപ്പോൾ എല്ലാം ഇൻറ്റിജർ വാല്യൂസ് ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതായത് z ആയിരിക്കും ആ ഫംഗ്ഷൻ്റെ റേഞ്ച്. ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, കാരണം ഏത് റിയൽ നമ്പർ വാല്യൂ കൊടുക്കാം, ഏത് റിയൽ നമ്പർ വാല്യൂ x നമുക്ക് കൊടുക്കാം. ഒരു ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് പക്ഷേ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇത് രണ്ട് സൈഡിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഗ്രാഫാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ഹോൾ കാണിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം ആ പോയിന്റ് അവിടെ ഇല്ല എന്ന് കാണിക്കാൻ. ആക്ച്വലി ആ ഒരു ഒറ്റ പോയിന്റ് മാത്രമാണ് ഇല്ലാതെ വരുന്നത്, ബാക്കി എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു പോയിന്റ് എന്ന രീതിയിൽ വരയ്ക്കുമ്പോൾ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനൊരു സർക്കിൾ പോലെ കാണിച്ചിരിക്കുക. സർക്കിൾ കാണിച്ചിരിക്കുമ്പോൾ ആ ഒരു പോയിന്റ് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യാം. റൈറ്റ് ദ റേഞ്ച് ഓഫ് fx is equal to greatest integer function 2x where -1/3 less than or equal to x less than or equal to 8/3. 2xന്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ -1/3ക്കും 8/3ക്കും ഇടയ്ക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് 2x ആക്കാൻ. ഇനിക്വാളിറ്റിയാണ്. ഇനിക്വാളിറ്റീസിനെ നമുക്ക് പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എല്ലായിടത്തും. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ -2/3 ആവും, ഇവിടെ 2x ആവും, ഇവിടെ 16/3 ആവും. x is between -2/3 ആൻഡ് 16/3. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, -2/3 എന്ന് പറഞ്ഞാൽ അത് 0യേക്കാൾ ചെറുതാണ്, പക്ഷെ -1നേക്കാൾ വലുതാണ്. എന്ന് പറഞ്ഞാൽ -1ൻ്റെയും 0യുടെയും ഇടയ്ക്കുള്ളൊരു നമ്പറാണ് -2/3. 16/3 എന്ന് പറഞ്ഞാൽ 5 പോയിൻറ്റ്സ്. നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല, ഏതിനൊക്കെ ഇടയ്ക്കാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. 15/3 ആകുമ്പോൾ 5 ആവും. അപ്പോൾ 16/3 5നേക്കാൾ കൂടുതലാണ്, പക്ഷേ 6നേക്കാൾ കുറവുമാണ്. 5നും 6നും ഇടയ്ക്കാണ്. നമുക്ക് അത്രയും മതി. അല്ലാതെ 16/3 ഡിവൈഡ് ചെയ്ത് അതിൻ്റെ കൃത്യമായ വാല്യൂ എന്താണ് എന്നറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, 5നും 6നും ഇടയ്ക്കുള്ള ഏത് നമ്പർ വന്നാലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 5 ആണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പർ ഏതിനൊക്കെ ഇടയ്ക്കാണ് എന്നൊരു ധാരണ മാത്രം മതി. അല്ലാതെ 16/3 എടുത്ത് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ എത്ര കിട്ടും, ഡെസിമൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ട സാഹചര്യമൊന്നും ആവശ്യമൊന്നും നമുക്ക് ഇല്ല. കണ്ടുപിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് -2/3 ഡെസിമൽ ആക്കി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. -2/3 ഏതിനിടയ്ക്കാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. -2/3 -1ൻ്റെയും 0യുടെ ഇടയ്ക്കാണ്. 16/3 5ൻ്റെയും 6ൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ നമുക്ക് എവിടെ മുതൽ തുടങ്ങണം? -2 നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? ഒന്ന് -2/3 മുതൽ 0 വരെ, അടുത്ത 0 മുതൽ 1 വരെ, അടുത്ത 1 മുതൽ 2 വരെ, അടുത്ത 2 മുതൽ 3 വരെ,
അടുത്ത 3 മുതൽ 4 വരെ, അടുത്ത 4 മുതൽ 5 വരെ, അടുത്ത 5 മുതൽ 6 വരെ വേണ്ട, നമുക്ക് 16/3 വരെ മതി. അതുകൊണ്ട് 5 മുതൽ 16/3 വരെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. എക്സ് അല്ല 2x ആണ്, ആ രീതിയിൽ ഡിവൈഡ് ചെയ്യണം. എക്സ് അല്ല ഇവിടെ, സോറി, ഇവിടെ 2x എന്ന് ആക്കിക്കൊള്ളാം, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പം 2x എന്ന് മാറ്റിക്കൊള്ളാം. അപ്പോൾ -2/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ 0, ദെൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 2x. ഇത് -1നും 0യ്ക്കും ഇടയ്ക്കുള്ള നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ -1 ആയിരിക്കും. അതുപോലെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x എന്നാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 2xൻ്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കായാൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 0 ആയിരിക്കും. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ 2, ദെൻ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2x 1 ആയിരിക്കും. 2x 1നും 2നും ഇടയ്ക്ക് വരുമ്പോൾ 1 ആയിരിക്കും. ഇതുപോലെ 2x 2നും 3ക്കും ഇടയ്ക്ക് വന്നാൽ അത് 2 ആയിരിക്കും. 3ക്കും 4നും ഇടയ്ക്ക് 2x വന്നാൽ അത് 3 ആയിരിക്കും. 4നും 5നും ഇടയ്ക്ക് 2x വന്നാൽ 4 ആയിരിക്കും. 5നും 16/3 ഇടയ്ക്ക് 2x വന്നാൽ അത് 5 ആയിരിക്കും, അല്ലേ? 5 അങ്ങനെ ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2xന് എന്തൊക്കെ വാല്യൂ വന്നു നോക്കിയേ. -1 മുതൽ വന്നു, -1 വന്നു, 0 വന്നു, 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു. എഫ്എക്സിന് കിട്ടുന്ന വാല്യൂസിനല്ലേ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ്എക്സ്, ദാറ്റ് മീൻസ് റേഞ്ച് ഓഫ് ഗ്രേറ്റസ്റ്റ് ഫംഗ്ഷൻ 2x എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് -1, 0, 1, 2, 3, 4, 5. ഇതാണ്, ഇങ്ങനെയാണത് എഴുതുക. ഇനി ഒരു ചോദ്യം ഹോംവർക്കായി ചെയ്യാൻ തരികയാണ്, നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷനാണ് തന്നേക്കുന്നത്. ഇത് എന്തിൻ്റെ ഗ്രാഫാണെന്നൊന്നും ചോദിക്കുന്നില്ല. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ഈ ഗ്രാഫ് കണ്ടുകൊണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ, എന്താണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇതാണ് ഗ്രാഫ് കണ്ടിട്ട് ഗ്രാഫിൽ നിന്ന് ഡൊമൈനും റേഞ്ചും അറിയുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചതാണ്. അതൊന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടുകൂടി നമ്മുടെ ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. അതിലെ ഗ്രാഫുകൾ വളരെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.